നമസ്കാരം. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് ട്രെയിൻ കാസർഗോഡ് വരെ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി. രണ്ടാം ഘട്ടത്തിൽ 130 കിലോമീറ്റർ വേഗം ലഭിക്കും. ഇതിനായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി. എക്സ്പ്രസിന്റെ സമയക്രമമായി രാവിലെ 5:10 പുറപ്പെടുന്ന ട്രെയിൻ 12:30 കണ്ണൂരിലെത്തും. ഏകവ്യക്തി നിയമം നടപ്പാക്കുന്നതിന്റെ സാധ്യത പരിശോധിച്ച കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നിയമനിർമ്മാണ പരിഗണനയിൽ ചർച്ച സജീവമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് ഏറ്റെടുത്ത് NIA. FIR സമർപ്പിച്ചു. അന്വേഷണ ചുമതല കൊച്ചി യൂണിറ്റിന്. ഷാറൂഖ് സൈഫി റിമാൻഡിൽ. പാലിന് വീണ്ടും വില വർദ്ധിപ്പിച്ച് മിൽമ. പച്ച മഞ്ഞ നിറത്തിലുള്ള കവറുകളിലെ പാലിന് ₹1 കൂടും. വില വർധനവ് നാളെ മുതൽ. വർധന സർക്കാരിനെ അറിയിച്ചില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. 4 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 200 കവിഞ്ഞു. കർണാടകയിൽ നിന്നുള്ള 31 പേർ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം. മഹാരാഷ്ട്ര NCPയിൽ വിമത നീക്കവുമായി അജിത് പവാർ. BJPയുമായി ചർച്ച തുടങ്ങിയെന്ന് റിപ്പോർട്ട്. 53 MLAമാരിൽ 34 പേരും അജിത് പവാറിനൊപ്പമെന്ന സൂചന. വാർത്ത നിഷേധിച്ച് അജിത് പവാർ.